നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നേക്കുന്ന ആരോപണം വെറും ആരോപണമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന കാര്യങ്ങളൊന്നുമല്ല പുറത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ രണ്ട് വിഭാഗമായിട്ട് ആൾക്കാർ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു വിഭാഗം ഈ ആരോപണങ്ങളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. മറുവിഭാഗം പറയുന്നത് ഇതൊന്നും സത്യമല്ല, കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പൊ ഇലക്ഷൻ ഒക്കെ അടുക്കുന്ന സമയമാണല്ലോ, അപ്പൊ കോൺഗ്രസ്സുകാരെ നാണം കെടുത്താൻ, കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. പണ്ട് സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചതുപോലെ ഇന്ന് കുറെ സ്ത്രീകളെ ഇറക്കി രാഹുലിനെതിരെ സംസാരിക്കുകയാണ്. രാഹുലിന്റെ ജനപ്രീതി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി മാത്രമാണ് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. കുറേ സംശയങ്ങളും കുറേ ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉന്നയിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ പാർട്ടിയൊന്നും നോക്കുന്നില്ല, പാർട്ടിയെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നുമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വളർച്ച ഒരുപാട് ആൾക്കാരിൽ അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു നേതാവ് പെട്ടെന്ന് തന്നെ വളർന്ന് ഉയർന്നു വന്നു. അപ്പോൾ തന്നെ MLA സ്ഥാനം കിട്ടുകയും ചെയ്തു. അപ്പൊ രാഹുലിനെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാർ മാത്രമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. രാഹുൽ MLA ആകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത ധാരാളം സാധാരണക്കാരുണ്ട്. ഒരു ചേഞ്ച് ആഗ്രഹിച്ച് ഒരു യുവ നേതാവിനെ തെരഞ്ഞെടുത്ത ആളുകൾ, കോൺഗ്രസ്സുകാരൻ എന്നൊന്നും നോക്കാതെ ഇപ്പോഴത്തെ ഭരണത്തിൽ പൊറുതിമുട്ടി ഒരു മാറ്റം ആവശ്യമാണ്, ഒരു യുവ നേതാവ് വരട്ടെ, അയാളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും നമുക്കൊന്ന് കാണാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അയാളെ ജയിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം ജയിച്ച സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തു. ആ വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണ്, മാറ്റം എപ്പോഴും നല്ലതാണ്, യുവാക്കളൊക്കെ തന്നെ രംഗത്തേക്ക് വരട്ടെ, പൊളിറ്റിക്സിൽ ഇറങ്ങട്ടെ, അവർക്ക് കുറേയും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നല്ലൊരു നേതാവാണ് എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോഴെനിക്കും അങ്ങനെയാണ് തോന്നിയത്. കാരണം നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറുന്നു, ബിഹേവ് ചെയ്തു. കാരണം നമുക്ക് ഈ മാധ്യമങ്ങളിലൂടെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ആരും വിചാരിച്ചതുപോലെ അല്ല രാഹുൽ മാങ്കൂട്ടം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെറും ആരോപണം മാത്രമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം, 2-3 സ്ത്രീകൾ രംഗത്ത് വന്ന് എന്നെ അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഞാനൊരു സ്ത്രീ സപ്പോർട്ടറാണ്, കൂടുതലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫെമിനിസ്റ്റാണ്. പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും വിവാഹ വാഗ്ദാനം ചെയ്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വരുമ്പോൾ ഞാൻ ഒരിക്കലും ആ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കത്തില്ല, ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അപ്പൊ രാഹുലിനെതിരെ മുന്നോട്ട് വന്ന 3 സ്ത്രീകൾ, പബ്ലിക്കായിട്ട് മുന്നോട്ട് വന്ന 3 സ്ത്രീകൾ, ആ 3 സ്ത്രീകളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ പറഞ്ഞ ആരോപണം വെറും ഒരു ആരോപണം മാത്രമായിട്ട് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇയാൾക്കെതിരെ പുറത്തു വരുന്ന ശബ്ദ സന്ദേശം, ചാറ്റ് ഹിസ്റ്ററി, ഇതൊക്കെ നമുക്ക് വെറും ആരോപണമായിട്ട് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ല, തന്ത ഇല്ലാതൊരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചു ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നല്ലാണ്ട് വേറെ ആര് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്? അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഒരു ഇതുവരെയും ജനിച്ചിട്ടില്ലാത്ത ഒരു ജീവനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അബോർഷൻ എന്ന് പറയുന്ന സംഭവം അതൊരിക്കലും തെറ്റാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. ചില സാഹചര്യങ്ങളുണ്ട്, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അത് തെറ്റും ശരിയുമാകുന്നത്. മെഡിക്കലി ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ, അമ്മയുടെ ആരോഗ്യം പരിഗണിച്ച് മറ്റ് രോഗങ്ങളൊക്കെ പരിഗണിച്ച് ചില സമയത്ത് ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യും. ആ സമയത്ത് നമുക്കൊരിക്കലും അതിനെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അല്ലാതെ ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് ഇങ്ങനെ രണ്ടുപേരും അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് അവസാനം അതിനെ കൊണ്ടുവന്ന് ഇല്ലാതെയാക്കുന്ന സാഹചര്യങ്ങളിൽ അത് തെറ്റാണ്. അപ്പോൾ രാഹുൽ ഇവിടെ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത്, അയാളുടെ സൗണ്ടുമാണ്. ഇതിനെതിരെ ഇയാള് മാധ്യമങ്ങളോട് പ്രതികരിച്ചൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നുമല്ല. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കം? എന്തിനാണ് കൈരളിക്ക്? ഞാൻ പറയല്ലേ, മറുപടി പറയുകയല്ലേ. ഞാൻ മറുപടി പറയാൻ അനുവദിക്കുന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും, ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ള ഒരു കാലം ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാൻ അങ്ങയോടുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നുണ്ടോ? കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് വന്ന് മൂക്കി തൊടുന്നതിന് തിരിഞ്ഞ് വളഞ്ഞും പുളഞ്ഞും ഒക്കെ വന്നാണ് മൂക്കി തൊടുന്നത്. മാധ്യമങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനൊരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നുണ്ടല്ലോ, അത് താങ്കളുടേതാണോ? അല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ ഉയർന്നു വരുന്നില്ലേ? അത്തരം സംശയങ്ങൾ ഉയർന്നു വരുന്നില്ലേ? ഇത്രയും നാളും എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും മാധ്യമങ്ങളോട് വളരെ നന്നായിട്ട് സ്ഫുടമായ ഭാഷയിൽ വ്യക്തതയോടുകൂടി സംസാരിക്കുന്ന ഒരു നേതാവ്, ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവ് ഈ ഒരു സാഹചര്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അഭിപ്രായം പറയാത്തത്? രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പബ്ലിക് ഫിഗറാണ്, ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരം ആരോപണം വരുമ്പോൾ പരാതി വന്നിട്ടില്ലല്ലോ, പരാതി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം പറഞ്ഞോളാം, ഞാൻ അവിടെ തെളിയിച്ചോളാം എന്നല്ല പറയേണ്ടത്. ആദ്യം തെളിയിക്കേണ്ടത് ജനങ്ങളുടെ മുമ്പിലാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളൊരു റെപ്രസെന്റേറ്റീവാണ്. അപ്പൊ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളൊരു റെപ്രസെന്റേറ്റീവ് ഇത്തരം ആരോപണം വരുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞോളാം, ഞാൻ അന്നേരം പറഞ്ഞോളാം, ഇന്നേരം പറഞ്ഞോളാം എന്നല്ല പറയേണ്ടത്. വന്ന് ജനങ്ങളുടെ മുമ്പിലാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. ആരെയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്? ഒരു പൊളിറ്റീഷ്യൻ, ഒരു റെപ്രസെന്റേറ്റീവ് കോടതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടോ അല്ല ബോധ്യപ്പെടുത്തേണ്ടത്. ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ജനങ്ങളോടാണ്. കാരണം അയാൾ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം ഉത്തരം പറയേണ്ടത്? അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതെന്റെ ശബ്ദമല്ല, ആ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞാനല്ല, എന്റെ ശബ്ദം ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, ഈ ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ്, ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞെടുത്ത് അയാളുടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾക്കാരെല്ലാവരും ഇയാളെ സപ്പോർട്ട് ചെയ്തില്ലേ? നമ്മുടെ നാട്ടിലെ യൂത്ത് ഇയാളെ സപ്പോർട്ട് ചെയ്തില്ലേ? സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്? അതിനു പകരം ഇങ്ങനെ കിടന്ന് ബമ്പമ്പേ അടിക്കുകയാണ്. ഇവിടെയാണ് സംശയം ഉണ്ടാകുന്നത്. ഈ കോഴിത്തരം കാണിക്കുക, വഷളത്തരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കുക, ഒരുപാട് പെൺപിള്ളാരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി അങ്ങോട്ട് ചെന്ന് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൺപിള്ളാർ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര വലിയ തെറ്റല്ല. മൊറാലിറ്റിയുടെ മുമ്പിൽ തെറ്റാണ്, പക്ഷെ നിയമപരമായിട്ട് തെറ്റൊന്നുമല്ല. പലർക്ക് മെസ്സേജ് അയക്കുക, പലരോട് കോഴിത്തരം കാണിക്കുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് തെറ്റൊന്നുമല്ല, സമ്മതിക്കുന്നു. പക്ഷേ ഒരു ജനപ്രതിനിധിയിൽ നിന്ന്, ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സ്റ്റാൻഡേർഡുകളുണ്ട്. നമ്മൾ എല്ലാം ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം? ഇത്തരം വൃത്തികേടുകൾ കാണിക്കാൻ പാടില്ല, ഇത്തരം വഷളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല, ഒന്നുമില്ലെങ്കിലും ഡയറക്റ്റ് ആയിട്ടെങ്കിലും വഷളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയാണ് ഇവിടെ ഇല്ലാതെയായത്. ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കോഴിത്തരം കാരണം, വഷളത്തരം കാരണം എത്ര പേരാണ് നാണം കെട്ടേക്കുന്നത്? പബ്ലിക്കിന് മുമ്പിൽ തുറന്നു പറയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടി നാണം കെടുമല്ലോ എന്ന് വിചാരിച്ച് തുറന്നു പറയാത്തവരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കൂടെ കിടന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾക്ക് പ്രത്യേകിച്ചൊരു ഇത് പരിഗണനയില്ല. അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് അതിനുശേഷം പിന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ ഈ തോന്നിവാസം കാണിക്കാൻ പാടില്ല. അയാളൊരു രാഷ്ട്രീയക്കാരനാണ്. അയാളെ വിശ്വസിച്ച് അയാളെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? തീർച്ചയായിട്ടും അതെ. ഇനിയും പറ, ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരാൾക്കെതിരെ ഒരാൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇവിടെ തെളിവുകൾ കാണിക്കുന്നുണ്ട്. വെറുതെ അങ്ങ് പറയുമല്ല, തെളിവുകൾ വന്നു. ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ആ ശബ്ദ സന്ദേശമാണ്. ആ ശബ്ദ സന്ദേശം തെറ്റാണെന്നുണ്ടെങ്കിൽ, അത് ഫാബ്രിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല.
ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ടെക്നോളജി ഉപയോഗിച്ച് അത് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത്? എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? ഇപ്പൊ എനിക്കെതിരെ ഒരു ആരോപണം ആരെങ്കിലും ഉയർത്തുമ്പോൾ ഞാൻ വന്ന് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, എന്ത്, അത് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റല്ല, ഞാൻ ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയുന്നു. അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നടത്താൻ പറ്റാത്തത്? അങ്ങനെ പൂർണ്ണമായിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു തുറന്നു പറച്ചിൽ നടത്തുന്നിടം വരെ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്നതൊക്കെ തന്നെ സത്യമാണ് എന്ന് വിശ്വസിക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പം ഒരുപാട് അവിടെ നിന്നും ഇവിടെ നിന്നുമായിട്ട് മുഖം കാണിക്കാത്ത ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്നു. ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയക്കുകയാണ്, ഇങ്ങോട്ട് വന്ന് കോഴിത്തരം കാണിക്കുകയാണ് എന്ന്. അപ്പോൾ ആ മെസ്സേജുകൾ നോക്കുമ്പോൾ അവരങ്ങോട്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് മാത്രമേ അതിനകത്ത് കാണാനുള്ളൂ. കുറേ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിശ്വസിച്ച് പോകും. വെറുതെ ആരോപണം മാത്രമല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരം കോഴിത്തരങ്ങൾ കാണിക്കാതിരിക്കുക, ഇത്തരം വഷളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. എല്ലാ മനുഷ്യന്മാർക്കും വീക്ക്നെസ്സുകൾ ഉണ്ടാകും. മനുഷ്യനല്ലേ, മനുഷ്യ സഹജമാണ് വീക്ക്നെസ്സുകൾ. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം വീക്ക്നെസ്സുകൾ മറച്ചു പിടിക്കാനെങ്കിലും തയ്യാറാകണം. അല്ലാതെ മറ്റുള്ളവരെ നാണം കെടുത്തി, നമ്മളെ വിജയിപ്പിക്കുന്നവരെയും കൂടി നാണം കെടുത്തി, അവരുടെ വിശ്വാസമെല്ലാം ഇല്ലാതെയാക്കി ഇങ്ങനെ നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ മുമ്പിൽ വന്ന് നിഷേധിക്കാനെങ്കിലും തയ്യാറായിക്കൂടെ? അതുപോലും ചെയ്യുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിലും തുറന്നു പറ. അവിടെയും കടന്ന് വളഞ്ഞു ഓരോന്നും സംസാരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും?